അപ്പോൾ നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പെയറാണ്, അതായത് ബേരി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തോല് കട്ടിയുള്ള ബേരി കിട്ടുന്നുണ്ട്. ഈ ബേരിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. കുറച്ച് കട്ടിയാണ് കേട്ടോ ഈ പെയർ. നമ്മളെ ഗൾഫിലൊക്കെ കിട്ടുന്നത് വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണല്ലോ. ഈ കട്ടിയുള്ള ബേരിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ ഈ ബേരി അതിൻ്റെ തോലൊക്കെ മാറ്റി നടുക്കുള്ള ആ ഒരു കുരുവും ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ബേരി കട്ട് ചെയ്ത ബേരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കും. കണ്ടോ, ഇത് ബീട്രൂട്ടാണ്. ഇപ്പോൾ ബേരി എന്ന് പറയുമ്പം ആപ്പിൾ പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകും. ഒരു കറുത്ത കളർ വരും നമ്മൾ കട്ട് ചെയ്ത ശേഷം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിരുന്നാൽ അങ്ങനെ കറക്കത്തില്ല. പക്ഷേ ഇതൊരു ഷേക്കല്ലേ, അപ്പോൾ അങ്ങനെ കറുത്തിരിക്കും, കുടിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ കുറച്ച് ഭാഗം, ഇത്രയും മതിയാകും, അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇത്രയും ഒരു പീസ് എടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഐസ് ക്യൂബാണ്. നല്ല തണുത്ത ഷേക്കാണ് കേട്ടോ ഇത്. ഞാനിവിടെ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മളിട്ട ആ ഒരു ഫ്രൂട്ടിൻ്റെ മുകളിൽ നിൽക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ഒരു കളറിൽ വന്നിരിക്കുന്നത്, നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഷേക്കിന് മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ചത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെയർ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.